താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം നീക്കി ചുരത്തിൽ കുടുങ്ങിയ ചരക്ക് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, ചരക്ക് വാഹനങ്ങൾ മാത്രമാണോ കടത്തിവിടുന്നത്? പൂർണ്ണാർത്ഥത്തിൽ എല്ലാ വാഹനങ്ങളും കടത്തിവിടാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, കഴിഞ്ഞ ദിവസമാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയത്. എന്നാൽ നിലവിൽ വയനാട്, കോഴിക്കോട് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഓൺലൈനായി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. KSRTC അടക്കമുള്ള, അതായത് ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടും. എന്നാൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് മാത്രം ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചരക്ക് വാഹനങ്ങളിൽ ഒക്കെ തന്നെ ഒരു വരിയിൽ നിന്നും മാത്രമായിരിക്കും കടത്തിവിടുക. പ്രത്യേക നിർദ്ദേശങ്ങൾ ഈ ചരക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങളാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചുരത്തിൽ പോലീസിന്റെ നിരീക്ഷണം തുടരുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വിവിധ നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരിക്കുന്നത്. അതായത് ചുരത്തിന്റെ പല ഭാഗങ്ങളും ചുരത്തിലെ പല വളവുകളിലും സ്ലോട്ടുകൾ നിർദ്ദേശിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടുന്നത്. ഇന്ന് 6 കൂടെ ഇവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ ഇവിടെ നിന്ന് ലക്കിടിയിൽ നിന്നും അതോടൊപ്പം തന്നെ അടിവാരത്ത് നിന്നും പോകാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ വശത്തു നിന്ന് ഒരു വാഹനം മാത്രം മണ്ണിടിച്ച ഭാഗത്ത് കടത്തിവിടുന്ന രീതിയിലായിരിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചുരത്തിൽ വ്യൂ പോയിന്റിൽ വാഹനങ്ങൾ നിർത്തുവാനോ സഞ്ചാരികൾ അവിടെ ഇറങ്ങി കാണുവാനോ ഉള്ള നിർദ്ദേശം ഒന്നും തന്നെ നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയുന്നത് വ്യൂ പോയിന്റിലാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യൂ പോയിന്റിൽ ഇറങ്ങുന്നതിനും വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്യുന്നതിനും ഒന്നും അനുമതിയില്ല. അതോടൊപ്പം തന്നെ ചുരത്തിൽ പ്രത്യേക നിരീക്ഷണത്തിനായി ഫയർഫോഴ്സിനെയും അതോടൊപ്പം പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ചരക്ക് വാഹനങ്ങൾ പോകാൻ അനുമതി ഉണ്ടെങ്കിലും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പരിശോധനകൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ലിനറ്റ് വർഗീസ് ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.